ഹലോ ടെക് ടിപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡിൽ 15 എക്സിക്യൂട്ടീവ് ടെലികോം എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മന്ത്ലി 30,000 രൂപയാണ് ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട യോഗ്യത എന്താണ്, അതുപോലെ തന്നെ മറ്റുള്ള സെലക്ഷൻ്റെ പ്രൊസീജിയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോലി നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ജോലി പെർമനൻ്റ് അല്ല, നേരെ മറിച്ച് കോൺട്രാക്ട് ബേസ് ആണ്. അത് 1 വർഷമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കാലിബർ അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നല്ലൊരു ജോലിയുടെ അവസരമാണ്. താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് ഇവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു യോഗ്യതകളുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കണ്ടിട്ട് വരാം. അതിന് മുൻപേ തന്നെ ഇത്തരത്തിലുള്ള ജോലികളുടെ വാക്കൻസീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡിൽ ടെലികോം എക്സിക്യൂട്ടീവിനെ നിയമിക്കുന്നുണ്ട്. 15 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷമാണ് നിയമനം പറഞ്ഞിരിക്കുന്നത്. പെർഫോമൻസ് അനുസരിച്ചിട്ട് 3 വർഷം വരെ നമുക്ക് ആ ഒരു ഇത് ലഭിക്കുന്നതായിരിക്കും. 30,000 രൂപയായിരിക്കും ഇതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത്. ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 60% മാർക്കോടെ BE BTech പാസ്സായിരിക്കണം. സ്ട്രീം EC അതുപോലെ തന്നെ EE ട്രിപ്പിൾ അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് പുറമേ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ മാൻഡറ്ററി ആണ് കേട്ടോ. ഇതിൻ്റെ അപേക്ഷകൾ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും CMD കേരള എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ജൂൺ 23 വരെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ജസ്റ്റ് ആ ഒരു പേര് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് എൻ്റർ ചെയ്യുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ജോബ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കാണാം. അതിൻ്റെ അറ്റത്ത് തന്നെ വ്യൂ മോർ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് ടെലികോം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കാണാം. അതിൻ്റെ നേരെയുള്ള വ്യൂ ജോബ് എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണാൻ വ്യൂ നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിലും അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ടാബിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഉള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23 5 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് യോഗ്യത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 15 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. 1 വർഷത്തെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. BE BTech EC ട്രിപ്പിൾ അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. 60% മാർക്ക് വേണം. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ വേണം. 30,000 രൂപയാണ് നമുക്ക് ശമ്പളത്തിന് പുറമേ തന്നെ 10,000 രൂപ ഇൻസെൻറ്റീവും കൂടെ ലഭിക്കും. ഇതിന് വേണ്ട മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സാണ് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് ആ അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സാധാരണ പോലെ തന്നെ നോർമൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോലിയുടെ ഒഴിവായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.